നമസ്തേ. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗയിലെ 25-ാമത്തെ ശ്ലോകം. ഭീഷ്മദ്രോണപ്രമുഖതാം സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിതി. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള കുരുവംശജരെ നോക്കൂ. പരമാത്മാവെന്ന നിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് അർജുനന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നന്നായി അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഭഗവാൻ അർജുനനോട് കൗരവരായ 100 ധൃതരാഷ്ട്രപുത്രരെ നോക്കാനല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് കുരുവംശജരായ 2 സൈന്യങ്ങളും, അതിൽ കൗരവരും പാണ്ഡവരും ഉൾപ്പെടും. അങ്ങനെ 2 സൈന്യത്തെയും നിരീക്ഷിച്ച അർജുനൻ മാനസികമായി വിഷമത്തിലായിരിക്കുകയാണ്. കാരണം താൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് തൻ്റെ ബന്ധുക്കളായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അർജുനന്റെ അവസ്ഥയാണ്. നമുക്ക് ആത്മീയമായി മുന്നോട്ട് പോവുകയും വേണം, എന്നാൽ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിക്കുകയും വേണം. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ വിഷാദത്തിൽ ആഴുന്നത്. വിഷാദം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ ഓർക്കുന്നത്. വിഷാദത്തിൽ നിന്നാണ് നമ്മുടെ പല ഗ്രന്ഥങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, അർജുനന്റെ വിഷാദത്തിൽ നിന്നാണ് ഭഗവത്ഗീത ഉണ്ടായത്. ശ്രീരാമസ്വാമിയുടെ വിഷാദത്തിൽ നിന്നാണ് യോഗവസിഷ്ഠ രാമായണം ഉണ്ടായത്. അതുപോലെ പരീക്ഷത്തിന്റെ വിഷാദത്തിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതം ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വിഷാദം ഒരിക്കലും നമ്മളെ തളർത്താനുള്ളതല്ല. ഈ ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയാണ് ലഭിക്കുന്നത്. ശേഷം അടുത്ത ശ്ലോകത്തിൽ. ഹരി ഓം.